ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെറ്റാട്രുട്ടൈഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഡിബേറ്റ് ആണ്. റെറ്റാട്രുട്ടൈഡ് 4 മില്ലിഗ്രാമിൽ താഴെ ഉപയോഗിക്കുന്നവർ ഒരിക്കലെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടാവും. 4 mg താഴെ റെറ്റാട്രുട്ടൈഡ് ഉപയോഗിച്ചാൽ നിങ്ങൾ ബേസിക്കലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രെസപ്പിറ്റൈഡ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് മൊഞ്ചാറോ യൂസ് ചെയ്യുന്നതും റെറ്റാട്രുട്ടൈഡ് യൂസ് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസും ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ 4 ഗ്രാമിന് താഴെയാണ് റെറ്റാട്രുട്ടൈഡ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ആർഗ്യുമെന്റിന്റെ ലോജിക് എന്താണെന്ന് നമുക്ക് നോക്കാം. കാരണം റെറ്റാട്രുട്ടൈഡിൽ സ്പെഷ്യൽ ആക്കുന്നത് എന്താണ്? അതിന്റെ ഒരു GLP-1 റിസപ്റ്റർ ഉണ്ട്, GIP റിസപ്റ്റർ ഉണ്ട്. അത് രണ്ടും മൊഞ്ചാറോയിലുണ്ട്. അത് ട്രെസപ്പിറ്റൈഡ് ആണ്. സെമാഗ്ലൂട്ടൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒസെംപിക്, അത് GLP-1 മാത്രമേ ഉള്ളൂ. പക്ഷേ റെറ്റാട്രുട്ടൈഡിലേക്ക് വരുമ്പോൾ ഇതൊരു ട്രിപ്പിൾ അഗണിസ്റ്റ് ആണ്. 3 റിസപ്റ്റേഴ്സ് ഉണ്ട്, GLP-1, GIP, മൊഞ്ചാറോൾ പോലെ. അതുപോലെ തന്നെ ഗ്ലൂക്കഗോൺ റിസപ്റ്റർ കൂടി ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് റെറ്റാട്രുട്ടൈഡ് ഏറ്റവും സ്പെഷ്യൽ ആക്കുന്നത്, എന്റെ ഏറ്റവും ഫേവറേറ്റ് ആക്കുന്നത്, ഏറ്റവും ബെസ്റ്റ് ആക്കുന്നത് വെയിറ്റ് ലോസിന്റെ കേസിലാണെങ്കിലും അല്ലാതെ ഓവറോൾ ഹെൽത്തിന്റെ കേസിലാണെങ്കിലും. സോ ഈ ഒരു തിയറി, ഈ ഒരു 4 മില്ലിഗ്രാമിന് താഴെ റെറ്റാട്രുട്ടൈഡ് ഉപയോഗിച്ചാൽ നിങ്ങളൊരു എക്സ്പെൻസീവ് ട്രെസപ്പിറ്റൈഡ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീനിങ് ഫുൾ ഗ്ലൂക്കഗോൺ ആക്ടിവിറ്റി ശരിക്കും തുടങ്ങുന്നത് ഏകദേശം 4 mg നിങ്ങൾ ഇൻജെക്ട് ചെയ്താൽ എന്നാണ് അവർ പറയുന്നത്. സോ അപ്പോൾ ഉണ്ടാവുന്ന ഒരു ഒബ്വിയസ് ക്വസ്റ്റ്യൻ ആണ്, ലോ ഡോസ് റെറ്റാട്രുട്ടൈഡ് ആക്ച്വലി റെറ്റാട്രുട്ടൈഡിനെ പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഗ്ലൂക്കഗോൺ ആക്ടിവേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് റെറ്റാട്രുട്ടൈഡ് അല്ല, കാരണം ട്രെസപ്പിറ്റൈഡ് ആണ്. പക്ഷെ ട്രെസപ്പിറ്റൈഡ് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കോസ്റ്റിന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു ആർഗ്യുമെന്റ് ഉള്ളത്. ലോ ഡോസ് റെറ്റാട്രുട്ടൈഡ് ട്രെസപ്പിറ്റൈഡിന്റെ എക്സ്പെൻസീവ് വേർഷൻ ആണ്, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ട്രെസപ്പിറ്റൈഡ് ആണ്. അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മെറ്റബോളിക് എഫക്ട് ലഭിക്കാൻ 4 mg വരെ എത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സോ നമുക്ക് ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇല്ല, മൊഞ്ചാറോ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് റെറ്റാട്രുട്ടൈഡിനെ പറ്റി പഠിക്കണം അല്ലെങ്കിൽ ചിന്തിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം, ഇതൊരു ട്രിപ്പിൾ അഗണിസ്റ്റ് ആണ്. സോ മൊഞ്ചാറോയിലുള്ള GLP-1, അതായത് ട്രെസപ്പിറ്റൈഡിലുള്ള GLP-1, GIP ഇവിടെ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഗ്ലൂക്കഗോൺ റിസപ്റ്റർ കൂടെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ട്രെസപ്പിറ്റൈഡിൽ GLP-1, GIP ആണുള്ളത്. സെമാഗ്ലൂട്ടൈഡിൽ GLP-1 ആണുള്ളത്. സോ ഇതിൽ മൂന്നിലും കോമൺ ആയിട്ടുള്ളത് GLP-1 ആണ്. ട്രെസപ്പിറ്റൈഡിൽ GLP-1 ആൻഡ് GIP ഉണ്ട്. റെറ്റാട്രുട്ടൈഡിൽ GLP-1, GIP ആൻഡ് ഗ്ലൂക്കഗോൺ ഉണ്ട്, തേർഡ് വൺ. സോ റിസപ്റ്റർ, ഈ ഒരു തേർഡ് റിസപ്റ്ററെ കൂടിയാണ് ഇതിനെ സെപ്പറേറ്റ് ആക്കുന്നത്. സോ ആ ഒരു ഗ്ലൂക്കഗോൺ കമ്പോണന്റ് തന്നെയാണ് ഇതിനെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ. ഇനി 4 mg ശരിക്കും എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത് കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിൽ കുറച്ച് വാലിഡ് പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട്, റെറ്റാട്രുട്ടൈഡ് ഇന്റൻഷനലി ഇംബാലൻസ്ഡ് മോളിക്യൂൾ ആണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അത് 3 റിസപ്റ്ററിനെയും ഈക്വൽ സ്ട്രെങ്ത്തിൽ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല. സോ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. അതിനുള്ള റീസൺ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കുന്നത്, ചില ആൾക്കാരിൽ ഇത് 12 mg വരെ ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാവരും 12 mg എത്തണമെന്നില്ല. ക്ലിനിക്കൽ ട്രയലിൽ 12 mg വരെ ഡോസ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതിൽ ഭയങ്കര സിഗ്നിഫിക്കന്റ് എഫക്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ദാറ്റ് ഡസന്റ് മീൻ എല്ലാവർക്കും ആ ഒരു മാക്സിമം ഡോസ് ആവശ്യമുണ്ടെന്നുള്ളത്. ചിലരുടെ ബോഡി ടൈപ്പ് അനുസരിച്ച്, റിക്വയർമെന്റ് അനുസരിച്ച് 1 mg മതി, 2 mg മതി, ചിലർക്ക് 4 mg വേണം. സോ 4 mg എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റീസണബിൾ ഡോസ് ആയേക്കാം. അതുകൊണ്ട് തന്നെ ആ ആർഗ്യുമെന്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ട്രൂത്ത് ഉണ്ട്. അത് നമ്മൾ എക്സാമിൻ ചെയ്യണം. പക്ഷെ പ്രോബ്ലം വരുന്നത് 4 mg ഓക്കെ ആണെന്ന് പറയുമ്പോഴല്ല. പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലൂക്കഗോൺ 4 mg വരെ ശരിക്കും സ്വിച്ച് ആകുന്നില്ല എന്ന് പറയുമ്പോഴാണ് അതിനുള്ള ഒരു പ്രോബ്ലം എനിക്ക് അവിടെ പറയാനുള്ളത്. കാരണം അവിടെ അത്ര ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പോട്ടൻസി, റിസപ്റ്ററിന്റെ പോട്ടൻസി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. GLP-1 ഒരു റിസപ്റ്റർ, GIP ഗ്ലൂക്കഗോൺ. ഇത് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത് ഒരു ശരിക്കും നല്ലൊരു അപ്രോച്ച് അല്ല. കാരണം ഓരോ റിസപ്റ്ററിനും നാച്ചുറലി നമ്മളുടെ ബോഡിയിലുള്ള GLP ആ ഹോർമോണിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ്. അതിന്റെ ഒരു പോട്ടൻസി ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ GLP-1 റിസപ്റ്റർ, അത് നമ്മുടെ നാച്ചുറൽ GLP-നോട് റെസ്പോണ്ട് ചെയ്യും. GIP റിസപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ GIP-നോട് റെസ്പോണ്ട് ചെയ്യും. ഗ്ലൂക്കഗോൺ റിസപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഗ്ലൂക്കഗോണിനോട് റെസ്പോണ്ട് ചെയ്യും. പക്ഷെ ഈ റിസപ്റ്റേഴ്സ് എല്ലാം സെയിം സെൻസിറ്റിവിറ്റി അല്ല, സെയിം പോട്ടൻസി അല്ല. അതുകൊണ്ട് ശരിക്കും ബെറ്റർ കമ്പാരിസൺ ഏതാണ്? ഓരോ റിസപ്റ്ററിലും ബോഡിയിലെ നാച്ചുറൽ ഹോർമോണിനെ കമ്പയർ ചെയ്താൽ റെറ്റാട്രുട്ടൈഡ് എത്ര പവർഫുൾ ആണെന്ന് നമ്മൾ നോക്കണം, അല്ലെ? സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ നോർമലൈസ് ചെയ്ത ആ നമ്പേഴ്സ് നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഗ്ലൂക്കഗോൺ റിസപ്റ്റർ ആക്ച്വലി റിസപ്റ്ററിൽ റെറ്റാട്രുട്ടൈഡ് ആക്ടിവിറ്റി ഏകദേശം 0.3 ടൈംസ് നാച്ചുറൽ ഗ്ലൂക്കഗോണിന്റെ പോലെയാണ്. GLP-1 റിസപ്റ്ററിൽ ഏകദേശം 0.4 ടൈംസ് നാച്ചുറൽ GLP-1 ആണ്.
പക്ഷെ GIP റിസപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 8.9 ടൈംസ് നാച്ചുറൽ GIP ആണ്. സോ ഇനി ഈ നമ്പർ ഒന്നുകൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലൂക്കഗോണും GLP-1ഉം ഏകദേശം സിമിലർ ആണ്. 0.3 and 0.4. ഗ്ലൂക്കഗോൺ 0.3, GLP-1 0.4, GIP 8.9. പക്ഷെ ഈ പറഞ്ഞ GIP നമുക്ക് ട്രിസപ്പിറ്റൈഡിലും ഉണ്ട്, റെറ്റാട്രോടൈഡിലും ഉണ്ട് അല്ലെ. റെറ്റാട്രോടൈഡിൽ ഗ്ലൂക്കഗോൺ എക്സ്ട്രാ വന്നിട്ടുണ്ട്, അത് 0.3 ആണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ GLP-1 0.4 ഉള്ളൂ. അപ്പം ലോ ഡോസിൽ ഒസംബിക് വർക്ക് ചെയ്യുന്നില്ലേ? ലോ ഡോസിൽ ഒസംബിക് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു പൊട്ടൻസി 0.3 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 0.4 ഉണ്ട്. സോ അതിലേക്ക് ഞാൻ വരാം, പക്ഷെ ആ ഒരു നമ്പർ ഞാൻ പറഞ്ഞുള്ളൂ. സോ ഇവിടെ ഒരു റിയൽ ഇംബാലൻസ് GLP-1 വേഴ്സസ് ഗ്ലൂക്കഗോൺ അല്ല, അത് രണ്ടും ഏകദേശം ഒന്നാണ്. നിങ്ങൾ നോക്കൂ, GLP-1 0.4, ഗ്ലൂക്കഗോൺ 0.3. ആക്ടിവ്ലി റിലേറ്റീവ്ലി ഭയങ്കര ക്ലോസ് ആണ് അത് അല്ലെ. അവിടുത്തെ മേജർ ഔട്ട്ലയർ എന്ന് പറയുന്നത് GIP തന്നെയാണ്. പക്ഷെ രണ്ടിലും GIP ഉണ്ട്, ട്രിസപ്പിറ്റൈഡിലും റെറ്റാട്രോടൈഡിലും GIP ഉണ്ട്. സോ ഇവിടെ രണ്ട് കമ്പാരിസൺ നമുക്ക് ചെയ്യാം. റെറ്റാട്രോടൈഡിനെ ബോഡിയിലെ നാച്ചുറൽ ഹോർമോണിനോട് കമ്പയർ ചെയ്യുക, അതാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ GIP ആണ് മേജർ ഔട്ട്ലയർ. പക്ഷെ റെറ്റാട്രോടൈഡിനെ ട്രിസപ്പിറ്റൈഡിനോട് കമ്പയർ ചെയ്യുമ്പോഴോ ഗ്ലൂക്കഗോൺ ആണ് മെയിൻ ഡിഫറൻസ്. കാരണം ട്രിസപ്പിറ്റൈഡ് ഗ്ലൂക്കഗോൺ റിസപ്റ്റർ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ റെറ്റാട്രോടൈഡ് ഗ്ലൂക്കഗോൺ ആക്ടിവേറ്റർ ഉണ്ട്. സോ GIP ഇവിടെ രണ്ടിലും ഉണ്ട്. ട്രിസപ്പിറ്റൈഡില് GIP ഉണ്ട്, റെറ്റാട്രോടൈഡിലും GIP ഉണ്ട്. റെറ്റാട്രോടൈഡിൽ മാത്രമേ ഗ്ലൂക്കഗോൺ ഉള്ളൂ, അത് മാത്രമേ ഗ്ലൂക്കഗോൺ റിസപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ എന്താണ്, 4mg താഴെ ആക്ടിവേറ്റ് ചെയ്യുമോ അതിന് മേലേക്ക് വേണോ, അതാണോ കറക്റ്റ് സ്വിച്ച് എന്നുള്ളതാണ് ഇവിടെ മെയിൻ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ രണ്ട് സ്റ്റേറ്റ്മെന്റും ചിലപ്പോൾ ഒരുമിച്ച് ട്രൂ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് റെറ്റാട്രോടൈഡിന്റെ മോളിക്യൂളിന്റെ ഉള്ളിൽ ഒരു അൺയൂഷ്വൽ റിസപ്റ്റർ GIP ആണ് ഉള്ളത്. അതുപോലെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ട്രിസപ്പിറ്റൈഡിനോട് കമ്പയർ ചെയ്യുമ്പോൾ റെറ്റാട്രോടൈഡിനെ വേർതിരിക്കുന്ന മേജർ അഡീഷണൽ പാത്വേ എന്താണ്, ഗ്ലൂക്കഗോൺ ആണ്. സോ ഒറ്റ ഡിസ്റ്റിങ്ഷനേ ഉള്ളൂ, അത് ഗ്ലൂക്കഗോൺ ആണ്. ഇനി നമുക്ക് ആ 4mg ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ഓരോ റെറ്റാട്രോടൈഡ് ഡോസ് എടുക്കുക, എത്ര ശതമാനം ഗ്ലൂക്കഗോൺ റിസപ്റ്റർ ഓക്യുപ്പൈഡ് ആകുന്നു എന്നതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോപ്പർ പബ്ലിഷ് ഡേറ്റ ഇപ്പൊ നിലവിൽ അവൈലബിൾ അല്ല. ആ ഇൻഫർമേഷൻ ഇല്ലാണ്ട് എക്സാക്ട്ലി എങ്ങനെയാണ് 4mgയിലാണ് ഗ്ലൂക്കഗോൺ സഡൻലി സ്വിച്ച് ചെയ്യുന്നത് പറയുന്നത്. സോ സയന്റിഫിക്കലി നമുക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. ലോജിക്കലി നിങ്ങൾ പറയുന്നതാണ്, അല്ലാതെ സയന്റിഫിക്കലി നമുക്കത് പ്രോപ്പർലി എവിഡൻസ് ആയിട്ട് പറയാനായിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ച്വലി റിലേറ്റീവ് പോട്ടൻസി നമ്പർ നോക്കുമ്പോൾ വേറൊരു പിക്ചറാണ് ഇവിടെ കാണുന്നത്. കാരണം GLP-1 ആക്ടിവിറ്റി 0.4, ഗ്ലൂക്കഗോൺ ആക്ടിവിറ്റി 0.3, അത് രണ്ടും വലിയ ഡിഫറൻസ് ഇല്ല. അപ്പൊ ഇവിടെ ആരും പറയാത്തൊരു കാര്യമുണ്ട്, 1mg 2mgയിൽ GLP-1 ഒന്നും ചെയ്യുന്നില്ല എന്ന് ആരും പറയുന്നില്ല. അപ്പോ 1mg 2mgയിൽ GLP-1 എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗ്ലൂക്കഗോണും ആക്ടിവേറ്റ് ആവുന്നുണ്ടാവും അല്ലെ. 4mg ആയപ്പോൾ സഡൻലി GLP-1 സ്വിച്ച് ഓഫ് ചെയ്യുന്നൊന്നും ആരും പറയുന്നില്ലല്ലോ. ലോവർ ഡോസിൽ പോലും ക്ലിയർലി GLP-1 എഫക്ട് ഉണ്ടാവുന്നുണ്ട്, ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, 1mg യൂസ് ചെയ്യുന്നുണ്ട്, 2mg യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കഗോൺ പോട്ടൻസി റിലേറ്റീവ്ലി GLPയുടെ അതേപോലെ തന്നെയാണ്, സിമിലർ ആണെന്നുണ്ടെങ്കിൽ ലോവർ ഡോസിലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഡിഗ്രി ഓഫ് ഗ്ലൂക്കഗോൺ സിഗ്നലിംഗ് നടക്കുന്നതല്ലേ കരുതുന്നതല്ലേ കൂടുതൽ ലോജിക്കൽ ആയിട്ടുള്ളത്. ഞാൻ പറയുന്നില്ല ഒരു പീക്ക് കിട്ടുന്നുള്ളത്, ഒരു ഗ്ലൂക്കഗോൺ റിസപ്റ്റർ ആക്ടിവേറ്റ് ആവുന്നുണ്ട്, പക്ഷെ സിഗ്നലിംഗ് മേ ബി ലോ. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്വിച്ച് ആകുന്നതിനേക്കാൾ നമുക്കൊരു ഡയൽ പോലെ കൺസിഡർ ചെയ്യാം. ലോവർ ഡോസിൽ ലോവർ സിഗ്നൽ ആയിരിക്കും, ഹയർ ഡോസിൽ സ്ട്രോങ്ങർ സിഗ്നൽ ആയിരിക്കും. പക്ഷേ ലോവർ ഡോസിലും ഇത് ആക്ടിവേറ്റ് ആവുന്നുണ്ട്, അല്ലാതെ ഒരു പർട്ടിക്കുലർ മാജിക് ഡോസിൽ മാത്രമാണ് ആ റിസപ്റ്റർ സഡൻലി എഴുന്നേറ്റ് വരുള്ളൂ, വേക്കപ്പ് ആവുള്ളൂ, സ്വിച്ച് ഓൺ ചെയ്യുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അത് മനസ്സിലായല്ലോ. സോ റിസപ്റ്റർ ആക്ടിവേറ്റ് ആവാനായിട്ട് ഇവൻ 1 ഡോസ് മതി, 1mg ആയാലും 2mg ആയാലും വർക്ക് ചെയ്യും. പക്ഷേ ഹയർ ഡോസിൽ ആ സിഗ്നൽ കൂടുതലായിരിക്കും, അപ്പൊ ഫാറ്റ് ലോസ് ഭയങ്കര കൂടുതലായിരിക്കും. അതിനെ പറ്റിയിട്ട് ഞാൻ ഇനി പറയാം. സോ ഇവിടെ 4mgനെ കുറിച്ചുള്ള എവിഡൻസ് എന്താണെന്ന് ഞാൻ പറയാം. 4mg ആർഗ്യുമെന്റ് ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു എവിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിസർച്ചേഴ്സ് ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രൈറ്റ് എന്നൊരു ഫാറ്റ് ബേണിംഗ് മാർക്കർ നോക്കിയിട്ടുണ്ട്. ആ ഫാറ്റ് ബേണിംഗ് മാർക്കർ വെച്ചിട്ട് 4mgയിലും അതിലും മുകളിലും ഡോസിൽ ഈ മാർക്കർ സിഗ്നിഫിക്കന്റ്ലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 1mgയിൽ ഇൻക്രീസ് ചെയ്തേക്കുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസിൽ എത്തിയിട്ടില്ല. ഓക്കെ, പക്ഷെ 4mg കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഫസ്റ്റ് ലുക്കിൽ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ, ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 4mg ഒരു ത്രെഷോൾഡ് പോലെ തോന്നും. പക്ഷേ അഗെയിൻ രണ്ട് കാര്യങ്ങളിലൂടെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യണം. റിസപ്റ്റർ ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു കാര്യം, മെഷറബിൾ ഡൗൺ സ്ട്രീം എഫക്ട് രണ്ടാമത്തെ കാര്യം. ഒരു റിസപ്റ്റർ ലോവർ ഡോസിലാണെങ്കിലും ആക്റ്റീവ് ആയിരിക്കാം, പക്ഷേ അതിന്റെ എഫക്ട് ഭയങ്കര കുറവായതിനാൽ ചിലപ്പം ആ സ്റ്റഡിയിൽ ക്ലിയർലി ഡിറ്റക്ട് ചെയ്യാൻ കഴിയാത്തതായിരിക്കും.
മനസ്സിലായോ? 1 mg അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും, പക്ഷെ ആ ഇഫക്റ്റ് കുറവായതുകൊണ്ട് ആ ഒരു സ്റ്റഡിയിൽ അത് റിഫ്ലക്ട് ആവുന്നില്ല. സോ ഡോസ് കൂടുമ്പോൾ ഇഫക്റ്റ് കൂടും, അത് കൂടുതൽ സ്ട്രോങ് ആവും, സ്ട്രോങ്ങർ വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസും ലഭിക്കും. ഇവിടെ 1 mg 2 mg ആ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് കിട്ടാത്തതിന് കാരണം ലോവർ ഡോസ് ആയതുകൊണ്ടാണ്. സോ അതുകൊണ്ട് ലോവർ ഡോസിൽ റിസപ്റ്റർ കംപ്ലീറ്റ്ലി ഇനാക്റ്റീവ് ആയിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, ഇനി ഓരോ ഡോസ് ഗ്രൂപ്പിലും ഏകദേശം 20 ആൾക്കാരെ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 1 mg സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ലഭിച്ചില്ല എന്നുള്ളത് ആബ്സല്യൂട്ട്ലി നത്തിങ് വാസ് ഹാപ്പനിങ്, റൈറ്റ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ആകെ 20 പേരെ മാത്രമേ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. സാമ്പിൾ സൈസ് വളരെ ചെറുതാണ്. അപ്പൊ സ്മോൾ എഫക്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ആ സ്റ്റഡിക്ക് ഒരു പവർ പോരായിരിക്കാം, അല്ലെങ്കിൽ ഇനഫ് സാമ്പിൾ സൈസ് ഇല്ലായിരിക്കും. നിങ്ങൾ ആകെ 20 പേരെ സ്റ്റഡി ചെയ്തിട്ടുള്ളൂ. 200 ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഈ 20 പേരിൽ ഇല്ല എന്ന് വെച്ചിട്ട് ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയാൻ പാടില്ല. ഇനി അനിമൽ സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ അനിമൽ റിസർച്ചിൽ സഫീഷ്യന്റ് ഗ്ലൂക്കഗോൺ ആക്ടിവിറ്റി ട്രിപ്പിൾ അഗനിസ്റ്റിന്റെ ഫുൾ ബോഡി വെയിറ്റ് എഫക്ട് ലഭിക്കാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് സജസ്റ്റ് ചെയ്യുന്ന വേരിയസ് എവിഡൻസസ് ഉണ്ട്. പക്ഷേ ഇവിടെ പിന്നെയും ഒരു ഡിസ്റ്റിങ്ഷൻ വേണം. ഫുൾ വെയിറ്റ് ലോസ് ആ ഒരു എഫക്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഫീഷ്യന്റ് ഗ്ലൂക്കഗോൺ സിഗ്നലിംഗ് ആവശ്യമാണ്. അപ്പോ അതായത് ഹ്യൂമൻ ബീയിങ്സ് റെറ്റാട്രിറ്റൈഡ് 4 mg എടുക്കണം. ഞാൻ പറയുന്നത് ഏത് കേസാണ്? സഫീഷ്യന്റ് പ്രോപ്പർ ഫുൾ വെയിറ്റ് ലോസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെ? അപ്പൊ ഞാനിവിടെ പറയുന്നത് ഫുൾ വെയിറ്റ് ലോസ് എഫക്ട് ലഭിക്കാൻ സഫീഷ്യന്റ് ഗ്ലൂക്കഗോൺ സിഗ്നലിംഗ് ആവശ്യമാണെന്ന് പറയുന്നതും ഹ്യൂമൻ ബീയിങ്സ് റെറ്റാട്രിറ്റൈഡ് കുറഞ്ഞത് 4 mg എടുക്കണം എന്ന് പറയുന്നതും രണ്ടാണ്. ഓക്കെ, ഫുൾ വെയിറ്റ് ലോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കഗോൺ സിഗ്നലിംഗ് ആവശ്യമാണ്, അതൊരു കാര്യം. പക്ഷേ നിങ്ങൾ റെറ്റാട്രിറ്റൈഡ് എടുക്കുമ്പോൾ 4 mg എടുക്കണം എന്ന് പറയുന്നത് രണ്ടാണ്. കാരണം എന്താണ്? ആ സ്റ്റഡീസ് നിങ്ങൾ നടത്തിയിരിക്കുന്നത് എലികളിലാണ്, അതും ഡിഫറെന്റ് ട്രിപ്പിൾ അഗനിസ്റ്റ് മോളിക്യൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എക്സാക്ട് ആ ഒരു 4 mg ഹ്യൂമൻ ത്രെഷോൾഡ് അവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ അത് ഞാൻ ലിവർ ഫാറ്റ് വെച്ചിട്ട് പറയാം. ഇവിടെ നമ്പേഴ്സ് നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. 24 വീക്സ് ടെസ്റ്റ് എടുക്കുമ്പോൾ, നിങ്ങൾ റെറ്റാട്രിറ്റൈഡ് എടുക്കുമ്പോൾ 1 mg റെറ്റാട്രിറ്റൈഡ് ഉപയോഗിച്ച ആൾക്കാരുടെ ലിവർ ഫാറ്റ് ഏകദേശം 43% റെഡ്യൂസ് ചെയ്തു. ഭയങ്കര നല്ല അച്ചീവ്മെന്റ് ആണ്. പക്ഷെ 4 mg എടുത്തവരുടെ ഏകദേശം 57% റെഡ്യൂസ് ചെയ്തു. ഇതിൽ 43 റെഡ്യൂസ് ചെയ്താണോ 57 റെഡ്യൂസ് ചെയ്താണോ നല്ലത്? നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 57 ആണ്. പക്ഷേ 1 mg 4 mg 4 ടൈംസ് കൂടിയപ്പോഴും നിങ്ങൾക്ക് അവിടെ 43 57 ആയിട്ടുള്ളൂ. ഓക്കെ, അത് പക്ഷെ നല്ലതാണ്, 57% ഉണ്ട്. ഇനി നമുക്ക് വേറൊരു നോക്കാം, ബോഡി വെയിറ്റ് ലോസ് നോക്കാം. 1 mg ഉപയോഗിച്ചവർക്ക് 6% ബോഡി വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട് 24 വീക്സിൽ. 4 mg ഉപയോഗിച്ചവർക്ക് 12% ബോഡി വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട്. 12% ഇസ് എക്സ്ട്രീംലി ഗുഡ്. പക്ഷെ 1 mg നിന്ന് 4 ടൈംസ് എടുത്തപ്പോഴാണ് നിങ്ങൾക്ക് 2 ടൈംസ് എഫക്ട് കിട്ടിയത്. ഓക്കെ, സോ 4 mg ഡോസിന്റെ 1/4 മാത്രമാണ് 1 mg. വെയിറ്റ് ലോസിൽ ഏകദേശം അത് ഹാഫ് എഫക്ട് തന്നിട്ടുണ്ട്. അത് നല്ലതാണ്. ഏകദേശം 1/4 എടുത്തു കഴിഞ്ഞപ്പോൾ ഹാഫ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പക്ഷെ ലിവർ ഫാറ്റ് റിഡക്ഷനിൽ ഏകദേശം 3/4 തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ആ ഒരു സ്കെയിൽ വെയിറ്റും ലിവർ ഇംപ്രൂവ്മെന്റും പ്രൊപ്പോർഷണൽ ആയിട്ട് മൂവ് ചെയ്യുന്നില്ല. ഇവിടെ വെയിറ്റ് ലോസ് ഒരു രീതിയിലാണ് മൂവ് ചെയ്യുന്നത്, ലിവർ ഫാറ്റിന്റെ കേസ് വേറൊരു രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. സോ ലിവർ ബെനിഫിറ്റ് വെയിറ്റ് ലോസിനേക്കാൾ കൂടുതൽ നല്ലതായിട്ടാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം 1 mg എടുത്തു കഴിഞ്ഞപ്പോൾ 43% കുറഞ്ഞിട്ടുണ്ട് ലിവർ ഫാറ്റ്. 4 mg എടുത്തു കഴിഞ്ഞപ്പോൾ 57. അപ്പൊ നമുക്കൊരു ഓവറോൾ മെറ്റബോളിക് ഹെൽത്ത്, ഓവറോൾ ഹെൽത്ത് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ഡോസ് ആണ് ബെറ്റർ. പക്ഷെ ഫാസ്റ്റർ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഹയർ ഡോസ് ആണ് ബെറ്റർ എന്ന് അങ്ങനെ വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ സ്റ്റഡിയിൽ ലിവർ ഫാറ്റ് റിഡക്ഷൻ ഓവറോൾ വെയിറ്റ് ലോസിനോട് സ്ട്രോങ്ലി കോറിലേറ്റഡ് ആണ്, പക്ഷെ കംപ്ലീറ്റ്ലി അല്ല. അതുകൊണ്ട് റെറ്റാട്രിറ്റൈഡ് കംപ്ലീറ്റ്ലി വെയിറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ലിവർ ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അഗൈൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് എവിഡൻസ് ഉണ്ട്. ഗ്ലൂക്കഗോൺ ആക്ടിവിറ്റി ഉള്ള വേറൊരു ഡ്രഗില് റിസർച്ചേഴ്സ് ആ സിമിലർ എമൗണ്ട് വെയിറ്റ് ലോസ് നേടിയ ആൾക്കാരെ കമ്പയർ ചെയ്തു. സോ ബോഡി വെയിറ്റ് അപ്പോൾ 5% അല്ലെങ്കിൽ അതിൽ കുറവ് മാത്രം ലോസ് ചെയ്ത ആൾക്കാരിൽ പോലും ഗ്ലൂക്കഗോൺ കണ്ടെയ്നിങ് ഡ്രഗ് കമ്പാരിസൺ ട്രീറ്റ്മെന്റിനേക്കാൾ ഒരുമാതിരി 4 ടൈംസ് ഗ്രേറ്റർ ലിവർ ഫാറ്റ് റിഡക്ഷൻ അവിടെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ ഇനിയിപ്പോ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അതിന്? ഗ്ലൂക്കഗോണിന്റെ ലിവർ റിലേറ്റഡ് മെറ്റബോളിക് എഫക്ട്സ് വെയിറ്റ് ലോസ് റേഞ്ചിനെക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അല്ലെ? സോ ഇവിടെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ആ ഒരു ലിവർ റിലേറ്റഡ് അല്ലെങ്കിൽ മെറ്റബോളിക് എഫക്ട്സ് കുറച്ചും കൂടി ബെറ്റർ ആണ്. നമുക്ക് ലോവർ ഡോസ് എടുത്താലും നമുക്ക് ആ ഒരു എഫക്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അപ്പം ലോ ഡോസ് റെറ്റാട്രിറ്റൈഡ് ഒരു ഇൻകംപ്ലീറ്റ് വേർഷൻ ആണോ? അല്ല. ലോ ഡോസ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് റെറ്റാട്രിറ്റൈഡ് എന്നല്ല പറയുന്നത്. എൻറ്റയർ മോളിക്യൂൾ സ്റ്റിൽ ബോഡിയിൽ പ്രസന്റ് ആണ്. 3 പാത്വൈസ് മോളിക്യൂളിന്റെ പാർട്ടാണ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സിഗ്നൽ സ്ട്രെങ്ത് കുറവായിരിക്കും. സോ ലോ ഡോസ് എടുക്കുമ്പോൾ ലോവർ സിഗ്നൽ ആയിരിക്കും, ഹൈ ഡോസ് എടുക്കുമ്പോൾ ഹയർ സിഗ്നൽ ആയിരിക്കും. പക്ഷെ ഇവിടെ
ഒരു ട്രേഡ് ഓഫ് ഉണ്ട്. 1 mg എടുത്തുകൊണ്ട് 4 mg സെയിം വെയിറ്റ് ലോസ് എക്സ്പെക്ട് ചെയ്യരുത്. ക്ലിനിക്കൽ ഡേറ്റ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരിക്കലും സംഭവിക്കില്ല. വെയിറ്റ് ലോസിന് ആ ഒരു ക്ലിയർ ഡോസ് റെസ്പോൺസ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 mg എടുത്തു കഴിഞ്ഞപ്പോൾ 6% ആണ്, 4 mg എടുത്തു കഴിഞ്ഞപ്പോൾ 12% ആണ്. അതുകൊണ്ട് ഹയർ ഡോസസ് എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ജനറലി നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഗോൾ ഫാസ്റ്റർ വെയിറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഹയർ ഡോസ് എടുക്കുക. സ്ലോവർ ഗ്രാജുവൽ വെയിറ്റ് ലോസ് ആണ്, പ്രോപ്പർ മെറ്റബോളിക് ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ ലോവർ ഡോസിൽ കണ്ടിന്യൂ ചെയ്യുക. കാരണം ഇതിന്റെ കോമ്പൗണ്ടിങ് ഇഫക്റ്റ് ഉണ്ടാവും, നമുക്ക് ലോങ് ടേമിൽ അത് ബെനിഫിഷ്യൽ ആയിരിക്കും. അല്ലെ, ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഡോസ് റെറ്റാട്രിറ്റൈഡ് മാക്സിമം വെയിറ്റ് ലോസ് സ്ട്രാറ്റജി ആയിട്ട്, അല്ലെ, ഒരു നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് വെയിറ്റ് കുറച്ച് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ലോ ഡോസ് എടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആവില്ല. എപ്പോഴാണ് ലോ ഡോസ് ബെറ്റർ ആയിരിക്കുന്നത്? ഒരു ലോങ് ടേം പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റബോളിക് സ്ട്രാറ്റജി ആണ്, നിങ്ങളുടെ ലിവർ ഫാറ്റ് കുറയണം, നിങ്ങളുടെ കാർഡിയോ വാസ്കുലർ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യണം, വിസറൽ ഫാറ്റ് പോകണം, സ്ലോ ഫാറ്റ് ലോസ് ഉണ്ടാവണം ബോഡിയിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ലോവർ ഡോസ് ആണ്. പ്രത്യേകിച്ച് ഈ ലിവർ ഫാറ്റ് റിഡക്ഷൻ പോലുള്ള ഔട്ട്കംസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ആ ഒരു ഡോസ് ഇന്റർപ്രിട്ടേഷൻ. മാക്സിമം ബോഡി വെയിറ്റ് റിഡക്ഷൻ ആണോ നിങ്ങളുടെ ലക്ഷ്യം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഡോസ് എടുക്കണം. പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ മെറ്റബോളിക് ഇംപ്രൂവ്മെന്റ് ആണോ ലക്ഷ്യം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോവർ ഡോസ് ആണെങ്കിലും ബെറ്റർ ആണ്. ലിവർ ഫാറ്റ് റിഡ്യൂസ് ചെയ്യാനോ നിങ്ങൾക്ക് വേണ്ടത് ലോവർ ഡോസ് മതി. അപ്പറ്റൈറ്റ് കൺട്രോൾ മാത്രമാണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ GLP-1 മാത്രം എടുത്താൽ പോരെ, ട്രിസെപ്റ്റൈഡ് മാത്രം പോരെ, അല്ലെങ്കിൽ സൈഡ് എഫക്ട് മിനിമൈസ് ചെയ്യുന്നതാണ്. സോ നിങ്ങളുടെ ഗോൾ, ഡിഫറെന്റ് ഗോൾസ്, ഡിഫറെന്റ് ഡോസ് റിക്വയർമെന്റ്. അതായത് ഇതിന് പ്രത്യേക ക്ലിയർ ആയിട്ട് ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ടാവണമെന്നില്ല. ഇതാണ് പ്രോബബ്ലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. റെറ്റാട്രിറ്റൈഡിന് എല്ലാവർക്കും ഒരു സെയിം യൂണിവേഴ്സൽ സ്പോട്ട് ഉണ്ടാവണമെന്നില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ ഓൾസോ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഗോൾ ഓൾസോ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ റിക്വയർമെന്റ് ഓൾസോ. കാരണം 3 ഡിഫറെന്റ് റിസപ്റ്റേഴ്സ് ഒരേ സമയം ആക്ടിവേറ്റ് ചെയ്യാണ്, 3 ഡിഫറെന്റ് ബയോളജിക്കൽ ജോബ് ഒരേ സമയം ചെയ്യാണ്. അതുകൊണ്ട് തന്നെ എല്ലാ എഫക്ട്സും സെയിം ഡോസിൽ അതിന്റെ പീക്ക് എത്തണം എന്നില്ല. ലിവറിൽ മീനിങ് ഫുൾ എഫക്ട് നൽകുന്ന ഒരു ഡോസ് ഉണ്ട്, മാക്സിമം വെയിറ്റ് ലോസ് നൽകുന്ന ഡോസ് ഉണ്ട്. അത് രണ്ടും സെയിം ആവണമെന്നില്ല. അപ്പറ്റൈറ്റ് കൺട്രോളിനുള്ള ഡോസ് വേറെ ഒന്നായിരിക്കും, മെറ്റബോളിക് ബെനിഫിറ്റിനുള്ള ഡോസ് വേറെ ഒന്നായിരിക്കും. സോ അതൊന്നും റെറ്റാട്രിറ്റൈഡിന്റെ വീക്ക്നെസ് അല്ല. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലോവസ്റ്റ് എഫക്റ്റീവ് ഡോസ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇതെല്ലാം 3 ബയോളജിക്കൽ സിഗ്നൽ ഒരു മോളിക്യൂളിൽ കമ്പൈൻ ചെയ്യുന്നതിന്റെ ഒരു റിയാലിറ്റിയാണ്. സോ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചോദിക്കേണ്ടത്, നിങ്ങൾ ബെസ്റ്റ് റെറ്റാട്രിറ്റൈഡ് ഡോസ് എന്താണെന്നല്ല. ബെറ്റർ ക്വസ്റ്റ്യൻ, റെറ്റാട്രിറ്റൈഡ് ഉപയോഗിച്ച് ഞാൻ അച്ചീവ് ചെയ്യാൻ എന്താണ് ശ്രമിക്കുന്നത്, എന്റെ പ്ലാൻ എന്താണ്, എന്റെ ഗോൾ എന്താണ്. പ്രൈമറി ഒബ്ജക്റ്റീവ് വെയിറ്റ് ലോസ് ഫാസ്റ്റർ റാപ്പിഡ് ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഗോ വിത്ത് ഹയർ ഡോസ്, അല്ലെ. അപ്പൊ ക്ലിനിക്കൽ ഡേറ്റ അവിടെ ക്ലിയർ ആണ്, ഹയർ ഡോസ്, ഹയർ വെയിറ്റ് ലോസ്. പക്ഷേ മെറ്റബോളിക് ഹെൽത്തും ലിവർ ഫാറ്റ് റിഡക്ഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മീനിങ് ഫുൾ എഫക്ട് ഈവൻ ലോവർ ഡോസിലും കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോവർ എഫക്റ്റീവ് ഡോസ് എടുത്താൽ മതി. സോ നിങ്ങൾ അവൈലബിൾ ഡേറ്റ നോക്കുമ്പോൾ വളരെ ഓവർ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗ്ലൂക്കഗോൺ പാത്വേ 4 mg വരെ കംപ്ലീറ്റ്ലി ഓഫ് ആയിരിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. എക്സാക്ട്ലി 4 mg സഡൻലി ഓൺ ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലെ. ഒരു എവിഡൻസ് ഒന്നുമില്ല. ബെറ്റർ മോഡൽ എന്താണ്, ഇതൊരു സ്വിച്ച് അല്ല, ഇതൊരു ഡയലാണ്. ലോവർ ഡോസിലും റിസെപ്റ്റർ ആക്ടിവേറ്റ് ആവും, പക്ഷെ ലോവർ സിഗ്നൽ ആയിരിക്കും. ഹയർ ഡോസിൽ റിസെപ്റ്റർ ഓഫ് കോഴ്സ് ആക്ടിവേറ്റ് ആവും, ഹയർ സിഗ്നൽ ഉണ്ടാവും. സോ വെയിറ്റ് ലോസ് റാപ്പിഡ് ആയിരിക്കും. സോ ഡിഫറെന്റ് ബയോളജിക്കൽ എഫക്ട് ഉണ്ടാവും ആണ് അവിടെ നിങ്ങൾക്ക് കാണുന്നത്. ആ ഡയലിന്റെ ഡിഫറെന്റ് പോയിന്റ്സിൽ നിങ്ങൾക്ക് മെഷറബിൾ ചെയ്യാൻ പറ്റും. ചിലപ്പം കൂടുതൽ വെയിറ്റ് ലോസ്, ലിവർ ഫാറ്റ് റിഡക്ഷൻ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ലോവസ്റ്റ് എഫക്റ്റീവ് ഡോസ് എന്ന ഫിലോസഫി. അതായത് ലോവസ്റ്റും അല്ല ഹയസ്റ്റും അല്ല, നിങ്ങൾക്ക് അതിന്റെ എഫക്ട് ഫീൽ ചെയ്യണം, അപ്പറ്റൈറ്റ് കൺട്രോൾ ചെയ്യണം, ന്യൂട്രീഷ്യസ് ഫുഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഒക്കെ ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാക്കാത്ത, നിങ്ങൾക്ക് പ്രോപ്പർ മെറ്റബോളിക് ഹെൽത്ത് തരുന്ന ഒരു ഡോസ്, അതാണ് നിങ്ങളുടെ ലോവസ്റ്റ് എഫക്റ്റീവ് ഡോസ്. ആ ഒരു സ്വീറ്റ് സ്പോട്ട് നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോവർ ഡോസ് ഓട്ടോമാറ്റിക്കലി ബെറ്റർ എന്നും അല്ല, ഹയർ ഡോസ് ബെറ്റർ എന്നൊന്നും അല്ല, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഗോൾ. എല്ലാവരും ലോവർ ഡോസിൽ തന്നെ നിൽക്കണമെന്നില്ല. നിങ്ങളുടെ ഗോൾ വേറെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോളിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ എടുക്കണം. മാക്സിമം വെയിറ്റ് ലോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം. പക്ഷെ ലോവർ ഡോസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ആവശ്യമുള്ള ആ ഒരു ഡിസൈഡ് മെറ്റബോളിക് ഔട്ട്കം കിട്ടുന്നുണ്ടെങ്കിൽ അൺനെസസറി ആയിട്ട് നിങ്ങൾ ഹയർ ഡോസിലേക്ക് പോകേണ്ടതില്ല. അതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. സോ പ്രോപ്പർ മെഡിക്കൽ സൂപ്പർവിഷൻ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ മാർക്കേഴ്സ് എല്ലാം കൃത്യമായിട്ട് നോക്കണം. എസ്പെഷ്യലി റെറ്റാട്രിറ്റൈഡ് ഇപ്പോഴും ഇൻവെസ്റ്റിഗേഷണൽ സ്റ്റേജിലാണ്. സോ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളതാണ്, റെറ്റാട്രിറ്റൈഡ് ട്രിപ്പിൾ അഗണിസ്റ്റ് ആണ്. GLP-1, GIP, ഗ്ലൂക്കഗോൺ.
ട്രിസെപ്റ്റൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ മൊഞ്ചാരോനേക്കാളും ഗ്ലൂക്കഗോൺ റിസപ്റ്റർ ഉണ്ട്. ഇവിടെ 4 mg മീനിങ് ഫുൾ ഡോസ് ആണ്, പക്ഷെ ഹയർ ഡോസ് കൂടുതൽ വെയിറ്റ് ലോസ് തരുന്നുണ്ട് എന്ന് ഡേറ്റ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ 4 mg തന്നെ കണ്ടിന്യൂസ്ലി എടുക്കണം എന്നൊരു നിർബന്ധമില്ല. താഴെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഗ്ലൂക്കഗോൺ റിസപ്റ്റർ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഗോളിനനുസരിച്ചിരിക്കും അല്ലെ. 4 mg താഴെ ഗ്ലൂക്കഗോൺ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ക്ലെയിം സിഗ്നിഫിക്കന്റ്ലി അല്ലെങ്കിൽ സയന്റിഫിക്കലി അല്ലെങ്കിൽ ലോജിക്കലി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലോവർ ഡോസിലും എൻറ്റയർ മോളിക്യൂൾ പ്രസന്റ് ആണ്, ഡിഫറെന്റ് സിഗ്നൽ സ്ട്രെങ്ത്തിലാണെന്നേ ഉള്ളൂ, റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആണ്. വെയിറ്റ് ലോസിന് ഡോസ് റെസ്പോൺസ് വളരെ ക്ലിയർ ആണ്. പക്ഷെ നിങ്ങളുടെ ഓവറോൾ മെറ്റബോളിക് ഹെൽത്ത്, ലിവർ ഫാറ്റ് റിഡക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ഡോസിൽ, ലോവർ എഫക്റ്റീവ് ഡോസിൽ പോകാനാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റെറ്റാട്രിറ്റൈഡ് ഡോസിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഹൈ ഡോസ് വരെ പോവാമെന്നല്ല നിങ്ങൾ ചോദിക്കേണ്ടത്, പകരം എനിക്ക് എന്ത് റിസൾട്ട് ആണ് വേണ്ടത്, ആ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ലോവസ്റ്റ് എഫക്റ്റീവ് ഡോസ് ഏതാണ്, അതാണ് നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ റെറ്റാട്രിറ്റൈഡ് ഡോസിങ്ങിനെ നിങ്ങൾ കാണുന്ന ഒരു എൻറ്റയർ പെർസ്പെക്റ്റീവ് മാറും. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനും പറ്റും. സോ ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് റെറ്റാട്രിറ്റൈഡ്, അതിന്റെ പ്രോട്ടോകോൾസ്, നിങ്ങൾക്ക് 1-to-1 സെഷൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനി ഓഫ് യുവർ വെയിറ്റ് ലോസ് ജേർണി ഇഫ് യു നീഡ് സപ്പോർട്ട്, നിങ്ങൾ നമ്മുടെ ടീമായിട്ട് കോൺടാക്ട് ചെയ്യുക, 1-to-1 സെഷൻ അറേഞ്ച് ചെയ്യുക. സീ യു ദേർ.